നിലമ്പൂരിൽ കരുത്ത് കാട്ടി പി.വി. അൻവർ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവർ അടിപതറുമെന്ന് മുന്നണികൾ പ്രവചിച്ചിരുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ നേടിയത് 20,000-ഓട് അടുത്ത വോട്ടുകളാണ്. നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്തിനൊപ്പമെന്ന് പറയുമ്പോഴും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി.വി. അൻവറിന്റെ മണ്ഡലത്തിലെ സ്വാധീനം എത്രത്തോളമെന്ന് വ്യക്തമായ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. എം.എൽ.എ. സ്ഥാനം രാജിവെച്ച് പിണറായി സത്തിനെതിരെ പോരാടിയ പി.വി. അൻവർ മണ്ഡലത്തിൽ നേടിയത് 19,760 വോട്ടുകളാണ്. വഴിക്കടവിൽ തുടങ്ങി അമരമ്പലം വരെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ നഗരസഭയടക്കം എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും തന്റേതായ വോട്ട് നേടാൻ അൻവറിന് സാധിച്ചു. എന്നാൽ അൻവറിന് ലഭിച്ച വോട്ടുകളിൽ ഭൂരിഭാഗവും LDFന്റെ വോട്ടുകളാണെന്നുള്ളതാണ് UDF വാദം. താൻ നേടിയത് LDF വോട്ടുകൾ തന്നെയെന്നും പിണറായി സത്തിനെതിരായ വോട്ടുകളാണ് താൻ നേടിയതെന്നും പി.വി. അൻവർ പറഞ്ഞു. ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ LDF ക്യാമ്പിൽ നിന്നാണ്. നിങ്ങൾ വിചാരിക്കുന്ന കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിൽ ഒരു തലമുറ മാറി ചിന്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ കാണാതെ പോയാൽ കാണാതെ പോകുന്നവൻ കുഴി പോയി ചാടും. UDF ശക്തി കേന്ദ്രമായ വഴിക്കടവ് പഞ്ചായത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ അൻവർ നേടിയത് 4,000-ലധികം വോട്ടുകളാണ്. ആദ്യ റൗണ്ടുകളിൽ 1000-ൽ കുറയാതെ വോട്ടുകൾ പിടിച്ച അൻവർ LDF ശക്തി കേന്ദ്രങ്ങളിലേക്ക് എത്തിയപ്പോൾ ഒന്ന് കിതച്ചെങ്കിലും ശരാശരി 700-ലേറെ വോട്ടുകൾ തുടർന്നുള്ള ഓരോ റൗണ്ടുകളിലും അൻവറിന് നേടാനായി. സെമി ഫൈനൽ പോരാട്ടത്തിൽ നിലമ്പൂർ ഷൗക്കത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയെങ്കിലും അൻവർ അങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടവനല്ല എന്ന ചിന്ത UDFനുള്ളിൽ വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ്. 75,000 വോട്ടുകൾ നേടുമെന്നായിരുന്നു അൻവറിന്റെ വാദമെങ്കിലും ഇപ്പോൾ നേടിയ വോട്ടുകളാണ് നിലമ്പൂരിൽ വരും ദിവസങ്ങളിൽ ചർച്ചയാകുക. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. നിലമ്പൂരിൽ താൻ പിടിച്ചെടുത്തത് CPIMന്റെ വോട്ടുകളാണെന്ന് സ്വതന്ത്രനായി മത്സരിച്ച പി.വി. അൻവർ അവകാശപ്പെട്ടത്. ഇത് പിണറായി സത്തിനെതിരായ പോരാട്ടത്തിന് ലഭിച്ച വോട്ടുകളാണെന്നും അൻവർ പറഞ്ഞു. നമ്മൾ പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ LDF ക്യാമ്പിൽ നിന്നാണ്. അത് വോട്ടിംഗ്